സി പി എം നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അനിൽകുമാർ, രാഷ്ട്രീയമായിട്ടും ഒക്കെ വലിയ പ്രതിരോധം നമ്മൾ സൃഷ്ടിക്കുന്നു, കേന്ദ്രത്തിന്റെ നിലപാടിനെതിരെ നീങ്ങുന്നു. ഒപ്പം തന്നെ നിയമപരമായ രീതിയിൽ ഉള്ള നീക്കം, അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ കടുത്ത നിലപാട് സ്വീകരിക്കുന്നത്. ശക്തമായ ഭാഷയിൽ തന്നെ മറുപടി നൽകുന്നു, കേന്ദ്രം ഉയർത്തുന്ന വാദഗതികളെ ഖണ്ഡിക്കുന്നു. ഇനി ഒരു അനുകൂലമായ ഒരു സാഹചര്യം സുപ്രീം കോടതിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ടോ? നമ്മുടെ രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് ഫെഡറലിസത്തെ മാനിച്ചുകൊണ്ട് ഇന്ത്യ സർക്കാർ പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം, സംസ്ഥാനങ്ങൾക്കിടയിൽ കേന്ദ്ര സർക്കാർ ഇടുക്കിയുടെ പാക്കേജുകൾ പ്രഖ്യാപിച്ച് വിവേചനങ്ങൾ നടത്തുന്നു. 3, നമ്മുടെ രാജ്യത്ത് വളർന്ന സംസ്ഥാനങ്ങളുണ്ട്, വളർച്ച ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. ധനം പങ്കിടുമ്പോൾ ഇവ തമ്മിൽ പ്രകടമായ വിവേചനം ഉണ്ടാകുന്നു. 4ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വേണ്ടാത്ത തരത്തിലുള്ള കുത്തിത്തിരുത്തുകൾ ഉണ്ടാക്കുന്ന ഭരണ നടപടികൾ സ്വീകരിക്കുന്നു. ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്, നിയമ പോരാട്ടമാണ്. ഇപ്പൊ കേന്ദ്ര സർക്കാർ എന്തെല്ലാം കുറ്റങ്ങളാണോ കേരളത്തിനെതിരായി സുപ്രീം കോടതി പറഞ്ഞത്, ഇതെല്ലാം കേന്ദ്രത്തിന് ബാധകമാണ്. ഒന്നാമത്തെ പോയിന്റ്, ഇന്ത്യ രാജ്യത്തിന്റെ GDP-യുടെ എത്ര ശതമാനമാണ് കേന്ദ്ര സർക്കാരിന്റെ കടം? 83%. കേരളത്തിൽ GDP-യുടെ എത്ര ശതമാനം കടമുണ്ട്? 34-35%, അല്ലെ 36-37%. തീർച്ചയായും ശ്രീ അനിൽകുമാർ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ UP-യുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴും ഒഡീഷ വളരെ ചെറിയ സംസ്ഥാനം, അവർക്ക് കിട്ടുന്ന വീതം വലിയ സംസ്ഥാനമായ UP, ഇതൊക്കെ നോക്കുമ്പോൾ കേരളത്തോടുള്ള കണക്കിൻ്റെ, പക്ഷേ ഈ കണക്ക് വെറുമൊരു സാങ്കല്പികതയിൽ നിന്നാണ് എന്നാണ് കേന്ദ്രം എപ്പോഴും അത് വാദിക്കുന്നത്. കാരണം IGST-യുടെ കാര്യത്തിൽ 12,000 സംതിങ് കോടി രൂപ എന്ന് പറയുമ്പോൾ അവിടെ 750 കോടി മാത്രമേ ഉള്ളൂ എന്ന് കേന്ദ്രം പാർലമെന്റിന്റെ ഫ്ലോറിൽ ധനമന്ത്രി പറയുന്നു. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് അത് കിട്ടാനുള്ള കാര്യം പറയുമ്പോൾ അതിലെയും വാദഗതികൾ മറിച്ചാണ് 57,400 കോടി എന്നത് സാങ്കല്പികത കൂടി ചേർത്തി വെച്ചുള്ള കണക്കാണെന്നാണ് കേന്ദ്രം വാദിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഏതർത്ഥത്തിൽ കണക്കുകൾ നിരത്തി ബോധിപ്പിക്കാൻ കഴിയും? ഇവിടെയാണ് നമ്മുടെ രാജ്യം കോവിഡിനെയാണ് അതിജീവിച്ചത്. കോവിഡിനെ അതിജീവിച്ച ഒരു സന്ദർഭത്തിൽ കോവിഡ് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞാലുടനെ ഇന്ത്യ രാജ്യത്തെ സംസ്ഥാനങ്ങളെല്ലാം ഇത്തരത്തിൽ മുറുക്കാമോ? നിങ്ങൾ ധനകാര്യ അച്ചടക്കം പഠിപ്പിക്കേണ്ടത് ഇപ്പോഴാണോ? ലോകം കോവിഡിൽ നിന്ന് മോചിതമായി വരുന്നേ ഉള്ളൂ. ഇപ്പോഴാണോ സംസ്ഥാനങ്ങളെല്ലാം ധനകാര്യ അച്ചടക്കം പഠിപ്പിക്കേണ്ടത്? ഇന്ത്യ സർക്കാരിന്റെ ധനകാര്യ ദൃഢീകരണത്തിന്റെ നിലവാരം എത്രയാണ്? അവര് ധനകാര്യത്തിന്റെ കമ്മി 6.4%, അത് 5.8 9 എന്നല്ലേ അവരുടെ വാദം. കേരളത്തിന്റെ ധനക്കമ്മി എന്ന് പറയുന്നത് 3.6 അല്ലേ? അതിനർത്ഥം എന്താണ്? കേന്ദ്രത്തിന്റെ ധനക്കമ്മിയുടെ പകുതി കമ്മിയെ കേരളത്തിനുള്ളൂ. അപ്പൊ കേന്ദ്രത്തിന്റെ ധനക്കമ്മിയുടെ അത്രയെങ്കിലും നിലവാരത്തിൽ കേരളത്തോടൊരു മര്യാദ കാണിക്കണ്ടേ? അതെന്താ? അപ്പൊ കേന്ദ്ര സർക്കാർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുമ്പോൾ അവർ തന്നെ തിരിച്ചറിയേണ്ട കാര്യം, അവർക്ക് ബാധകമല്ലാത്തൊരു കാര്യം സംസ്ഥാനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുകയാണ്. അതിനെയല്ലേ ചോദ്യം ചെയ്യുന്നത്. ധന ഉത്തരവാദിത്വ നിയമം കേന്ദ്രത്തിന് ബാധകമാണ്. ധന ഉത്തരവാദിത്വ നിയമം കേന്ദ്രത്തിന് ബാധകമാണെങ്കിൽ നിർമ്മലാ സീതാരാമൻ ഒരു വർഷത്തിൽ 18 ലക്ഷം കോടി രൂപയുടെ കടമെടുത്തതിന് ന്യായം എന്താ?